ഈ സ്വാതന്ത്ര്യത്തിന് നിദാനമായി ഭവിച്ച നമ്മുടെ ദേശീയ നേതാവ്, ആ ദേശീയ നേതാവിനെ ലോകം മുഴുവൻ ആദരിക്കുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നാമധേയം ഒരിക്കൽ പോലും തയ്യാറാകാത്ത ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കുന്നവരാണ് ഈ രാജ്യത്ത് ഇന്ന് ഭരണ നിർവഹണവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ മുതൽ വീട്ടില് തന്റെ സൃഷ്ടിക്ക് കാരണഭൂതമായ മാതാപിതാക്കന്മാർ കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ ദേശീയ നേതാവിനെ, രാഷ്ട്രപിതാവിനെ മനസ്സിന്റെ ഉള്ളിൽ കോണുകളിൽ സ്ഥിരപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തെ നിഷ്പ്രഭമാക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള BJP-യുടെ നേതൃത്വത്തിലെ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യ കോണുകളിൽ നിന്ന് ശബ്ദം ഉയരുകയും ചെയ്യുകയുണ്ടായി. സുപ്രസക്തരായിട്ടുള്ള എഴുത്തുകാരും ചിന്തകരും രാഷ്ട്രീയ വിചക്ഷണന്മാരുമായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ അലമുറയിട്ടുകൊണ്ട് ഡൽഹിയിൽ ത്രിമൂർത്തി ഭവന് മുന്നിലായി ഏകദിന ഉപവാസം വരെ സംഘടിപ്പിച്ചത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ നാമധേയത്തെ സംഘപരിവാർ ഭരണാധികാരികളും ദേശീയ നേതാക്കന്മാരും എന്തുകൊണ്ടാണ് ഇത്രയധികം ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ട് നമുക്കാർക്കും സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടി നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാമധേയങ്ങളെ മനസ്സിൽ ഉരുവിടുന്ന അനേക കാര്യങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഗാന്ധിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്രമാണ്. ഈ രാജ്യത്ത് അഹിംസയിലൂന്നിയ സമരത്തിന്റെ ഘട്ടത്തിലൂടെ ഒരു സ്വേച്ഛാധിപതികളായിരിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഈ രാജ്യത്ത് നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് കണ്ടെത്തിയിട്ടുള്ള